അഭിമാന മുഹൂർത്തത്തിനായി കേരളം. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി MSC സെലസ്റ്റിനോ മറസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും. പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ബെർത്ത് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി തുടർന്നായിരിക്കും തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുക. കമ്മീഷനിങ്ങിന് സാക്ഷിയാവാൻ വൻ ജനാവലി വിഴിഞ്ഞത്തെത്തുമെന്നാണ് കണക്കാക്കുന്നത്. രാവിലെ മുതൽ പൊതുജനങ്ങളെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കും. വിഴിഞ്ഞത്തേക്ക് KSRTC പ്രത്യേക സർവീസ് നടത്തും. കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം നഗരവും പരിസര പ്രദേശവും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചടങ്ങ് നടക്കുന്ന വേദിയിൽ നിന്നും വിനയ എസ് ചേരുന്നുണ്ട്. PS വിനയ, എങ്ങനെയാണ് ചടങ്ങുകൾ എപ്രകാരം എപ്പോഴാണ് ആരംഭിക്കുക? ഒപ്പം തന്നെ പ്രധാനമന്ത്രി എപ്പോഴാണ് അവിടേക്ക് വേദിയിലേക്ക് എത്തുക? എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങുകൾക്കായുള്ള പ്രധാന വേദി, എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ പ്രധാന വേദി. അതിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ കമ്മീഷനിംഗ് ചടങ്ങുകൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന പ്രധാന വേദിയിലാണ് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ആ മെയിൻ സ്റ്റേജിലാണ് ഉണ്ടാവുക. അവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ അവിടെ നടക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനം ഇവിടെയുണ്ട്. വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധനയുണ്ട്. ഈ മെയിൻ സ്റ്റേജിൽ വെച്ച് കമ്മീഷനിംഗ് പരിപാടികൾ നടക്കും. 11 മണിക്കാണ് ഈ തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് ചടങ്ങ് നടക്കുക. ഇവിടെ ഈ മുൻഭാഗത്തായി മറ്റ് സീറ്റിംഗുകൾ, അതായത് VIP-കൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഉദ്യോഗസ്ഥർ സീറ്റുകൾ ക്രമീകരിച്ച്, കസേരകൾ ക്രമീകരിച്ച് അതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ ഒട്ടിക്കുന്ന നടപടികൾ അതെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 റോ, അതായത് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ VIP-കൾക്ക് ഇരിക്കാനുള്ള കസേരകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 10:15 പ്രധാനമന്ത്രി അദ്ദേഹം താമസിക്കുന്ന രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ബർത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക ഹെലിപാഡിൽ ഇറങ്ങുക. ബർത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഹെലിപാഡിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ബർത്ത് സന്ദർശിക്കും. അതോടൊപ്പം തന്നെ പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രം അവിടെയുണ്ട്. ആ പോർട്ട് ഓപ്പറേഷൻ കേന്ദ്രവും അദ്ദേഹം സന്ദർശിക്കും. ആ സന്ദർശനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് അദ്ദേഹം എത്തും. ഔദ്യോഗിക കമ്മീഷനിംഗ് ചടങ്ങിന് ശേഷം ഇവിടെ MSCയുടെ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. MSCയുടെ ഒരു വലിയ കൂറ്റൻ ചരക്ക് കപ്പൽ ഇവിടെയുണ്ട്. ആ ചരക്ക് കപ്പലിനെ അദ്ദേഹം ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം, അതായത് ഈ ചടങ്ങിൽ ഒരു 10,000-ഓളം ആളുകൾ, VIP-കൾ ഉൾപ്പെടെ, മന്ത്രിമാർ ഉൾപ്പെടെ 10,000-ഓളം ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും ചെയ്യും. അതിനുശേഷം 12 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങും എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ പൊതുജനങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങ് കൂടുതൽ കൃത്യമായി വീക്ഷിക്കാനായിട്ട് ഈ സദസ്സിൽ നിരവധി LED സ്ക്രീനുകളെല്ലാം തന്നെ
തയ്യാറാക്കിയിട്ടുണ്ട്. 9:30 വരെയാണ് പൊതുജനങ്ങൾക്ക്, പാസ്സുള്ള പൊതുജനങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുക. 9:30 പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റ് അടയ്ക്കും. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ തന്നെ ഈ സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആ ഭാഗത്തായിട്ടാണ് ഈ കസേരകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടേക്ക് വലിയ തോതിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കൃത്യമായി സുരക്ഷാ പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റ് ഒരുക്കങ്ങളുമെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:15 കൂടിയിട്ടായിരിക്കും പ്രധാനമന്ത്രി എത്തുക. വിനയ, ഒപ്പം തന്നെ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ? ഒപ്പം തന്നെ ഈ കേരളം ഏറെ നാളായി കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം, പ്രതീക്ഷ? ൽ തറക്കല്ലിട്ട പദ്ധതി 2025 കമ്മീഷനിങ്ങിലേക്ക് പോകുന്നത്. നമുക്കറിയാം, നിരവധി കടമ്പകൾ കടന്നിട്ടാണ് ഈ അവസാന ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഈ വിഴിഞ്ഞം തുറമുഖം എത്തിയിരിക്കുന്നത്. നിരവധി സമരങ്ങൾ വന്നു, ഓഖി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നു, കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളുടെ ഒരു കാലം കഴിഞ്ഞുപോയി. നിരവധി കാരണങ്ങൾ കൊണ്ട് പണി വൈകുന്ന ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീരദേശ മേഖലയിൽ വലിയ സമരങ്ങൾ ഉണ്ടായി. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്, ഔദ്യോഗിക കമ്മീഷനിങ് ചടങ്ങിലേക്ക് കടക്കുന്നത്. തീർച്ചയായും ജനങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഉത്സാഹത്തിലും ആവേശത്തിലുമെല്ലാമാണ്. ഈ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കാരണമാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി അവിടെ പൊതുജനങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി നമുക്ക് അവരോട് നേരിട്ട് പ്രതികരണങ്ങൾ തേടാൻ കഴിയുമായിരുന്നു. ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഒരു ബാരിക്കേഡ് വെച്ച് നമ്മളെ ഇവിടെ തടഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്ത് കൂടി നടന്ന് മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. വലിയ തോതിലുള്ള ആവേശത്തിൽ തന്നെ ജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരവും നമ്മൾ പ്രധാനമന്ത്രിയെ കാണാനായി വെള്ളയമ്പലത്ത് കൂടി നിന്ന ജനങ്ങളെ നമ്മൾ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അവരെല്ലാം തന്നെ ഈ കമ്മീഷനിങ് ചടങ്ങിലേക്ക് എത്തുമെന്നും വലിയ തോതിൽ ആവേശത്തിൽ ഈ ഒരു മുഹൂർത്തത്തിനായി, ചരിത്ര മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് എന്നും അവരെല്ലാം പറഞ്ഞിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ കാര്യം, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സന്നാഹം ഇവിടെയുണ്ട്. വലിയ പരിശോധനകളോടുകൂടി മാത്രമേ ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. നേരത്തെ തന്നെ പാസ് എടുത്ത, അതായത് ദൂരദർശന് മാത്രമാണ് ഈ ചടങ്ങ് കവർ ചെയ്യാനുള്ള അനുമതിയുള്ളത്. ആ ക്യാമറകൾ ഒഴികെ, മറ്റ് ദൂരദർശന്റെ ക്യാമറകൾ ഒഴികെ മറ്റൊരു ക്യാമറയും അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. അതുൾപ്പെടെയുള്ള സുരക്ഷാ സന്നാഹങ്ങളെല്ലാം ഇവിടെയുണ്ട്. നേരത്തെ നമുക്കറിയാം, അതായത് കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ വലിയ തോതിൽ ബോംബ് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത കാലത്തായി മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോലും ബോംബ് ഭീഷണി എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹം നഗരത്തിൽ ഉടനീളം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ വലിയ തോതിൽ സുരക്ഷാ സന്നാഹമുണ്ട്, പരിശോധനകളുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ നഗരത്തിൽ കർശനമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ്ങിന് ഇത്രയും കടമ്പകളെല്ലാം കടന്ന് രാജ്യത്തിന്റെ തിലകക്കുറിയായി മാറിയിട്ടുള്ള ഒരു തുറമുഖം, നിരവധി പ്രത്യേകതകളുള്ള ഒരു തുറമുഖം, അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം നിൽക്കുന്ന 20 മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഒരു തുറമുഖം. ആ തുറമുഖം വൈകിപ്പോയി എന്നുള്ള പരാതി പല ജനങ്ങൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. പക്ഷേ ആ ചരിത്ര നിമിഷത്തിലേക്ക് ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കി. അതിന്റെ ഔദ്യോഗിക കമ്മീഷനിങ് 11 മണിയോടുകൂടി തന്നെ നടക്കും. 2024 ജൂലൈയിലാണ് ഈ തുറമുഖത്തിന്റെ ട്രയൽ റൺ തുടങ്ങിയത്. ട്രയൽ റൺ തുടങ്ങി ഡിസംബറോടെ തന്നെ, അതായത് 2024 ഡിസംബറിൽ തന്നെ തുറമുഖം പൂർണ്ണമായി സജ്ജമായതാണ്. ഈ ഒരു സമയത്ത്, ഈ ട്രയൽ റൺ സമയത്ത് തന്നെ 280-ലധികം കപ്പലുകൾ ഈ തുറമുഖത്ത് ബർത്ത് ചെയ്യപ്പെട്ടു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി വിനയ, വ്യക്തമാണ്. കേരളം ഏറെ നാളായി കാത്തിരുന്ന സ്വപ്ന പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. PS വിനയാണ് വിവരങ്ങൾ നൽകിയത്.